എനിക്ക് ട്രാൻസ്ഫോം ആകണമെങ്കിൽ എനിക്കുള്ള ഏറ്റവും നല്ല പ്രസ്ഥാനമാണ് ആർസിഎം. എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും എന്നെ മാറ്റണമെന്ന് ഞാൻ ചിന്തിച്ചാൽ അതിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മൾ. എന്തായാലും ഇന്ന് രാവിലെ വളരെ സന്തോഷമുണ്ട്. 49 പേര് ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇനി ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഒരു ഫോട്ടോ ഇപ്പം ജോസാർ ഇട്ടാന്ന് തോന്നുന്നു, കാണുന്നുണ്ടായിരിക്കും. അതിനകത്ത് ബിനിസാറിന്റെ ഫോട്ടോ ഉണ്ട്, മൂർത്തി സാറുണ്ട്, ജോസ് സാറുണ്ട്, ഞാനുണ്ട്. കോട്ടയത്ത് ആർസിഎം ബിസിനസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞാൻ മൂർത്തി സാറിനെ വിളിക്കും, ബിനിസാറിനെ വിളിക്കും, ജോസ് സാർ, ഞങ്ങൾ 4 പേരും കൂടെ ഒന്നിച്ചായിരുന്നു ആദ്യ സമയത്ത് കോട്ടയം മേഖലയിൽ 2010 ബിസിനസ് തുടങ്ങുമ്പോൾ. ഏത് മീറ്റിംഗ് വന്നാലും അവിടെ മൂർത്തി സാറും ഞാനും ബിനിസാറും ഉണ്ടാവും, കൂട്ടത്തിൽ ജോസ് സാറും ഉണ്ടാവും. ഞങ്ങളുടെ 2010 ഞങ്ങൾ ആർസിഎമ്മിൽ ഏത് ലെവലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഞാനൊരു ലെവലിലല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈഗിളോ അത് താഴെ എന്തോ ഒരു ലെവലായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കൂ. മൂർത്തി സാറ് സഫയറായി. ഞാൻ 2010 ആർസിഎമ്മിൽ വരുമ്പോൾ കേരളത്തിൽ എമറാൾഡ് എന്ന് പില്ലവില്ല. കേരളത്തിൽ ഒരു എമറാൾഡിനെ പോലും സൃഷ്ടിക്കാൻ പറ്റിയിരുന്നില്ല. 2015 കേരളത്തിൽ ആദ്യമായിട്ട് മൂർത്തി സാർ എമറാൾഡാണ്. 2015. ഇന്ന് കേരളത്തിൽ 1 ഡസനിലധികം എമറാൾഡ് അച്ചീവേഴ്സ്. അന്ന് കേരളത്തിലെ എമറാൾഡ് മുകളിൽ ഒരു പിൻ ലെവൽ ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർ എമറാൾഡ് ഇല്ല, റൂബി ഇല്ല, സ്റ്റാർ റൂബി ഇല്ല, സഫയർ ഇല്ല. ഇപ്പൊ 2010 ശേഷമാണ്, 2015 ശേഷമാണ് ഈ പിൻ ലെവലുകളെല്ലാം കേരളത്തിൽ ഉണ്ടായത്. ഇന്ന് 1 ഡസനിലധികം എമറാൾഡുമാര്, 6 സ്റ്റാർ എമറാൾഡുമാര്, 4 റൂബിമാര്, 1 സ്റ്റാർ റൂബി, 1 സഫയർ. ഇത്രയും ലീഡേഴ്സ് ക്രിയേറ്റ് ചെയ്തത് എന്റെയും ജോസാറിന്റെയും ഒക്കെ മുന്നേ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കണ്ട് കേട്ട് വിശ്വസിക്കാൻ പറ്റും. ആർസിഎമ്മിൽ ഏതൊരു സാധാരണക്കാരനും നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ലെവലിലേക്കും എത്താൻ പറ്റും. അതിനെ സഹായിക്കുന്ന വലിയൊരു സംവിധാനം, അതിന്റെ ഒരു ചെറിയ മീറ്റിംഗിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഉണർവ് എന്ന പേരിൽ കോട്ടയത്ത് റജിമോൻ സാർ സ്റ്റാർട്ട് ചെയ്ത ചെറിയൊരു പ്രോഗ്രാമാണ്. ഇന്ന് രാവിലെ അതിലൊരു ഗസ്റ്റായിട്ട് വരാൻ പറ്റിയത് വളരെ സന്തോഷം. ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുവന്ന റജിമോൻ സാറിനും ജോസ് സാറിനും പ്രദീപ് സാറിനും എന്നുകൊണ്ട് ആ മേഖലയിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. രാത്രി 10 മണിക്കാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇന്ന് ഗസ്റ്റായിട്ട് വരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കാര്യമായ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറയാനാണ് ശ്രമിക്കുന്നത്. ഇനി തിങ്കളാഴ്ച നല്ല ദിവസമായിട്ടാണ് കരുതുന്നത്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ച, പ്രത്യേകിച്ച് ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ദിവസമാണ് തിങ്കളാഴ്ച. കാരണം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം. ഒരു ദിവസത്തെ ആലസ്യത്തിന് ശേഷം ഞായറാഴ്ച ഒരു മടിയൊക്കെയുള്ള ദിവസമാണ്, ആലസ്യമൊക്കെ ഉള്ള ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുട്ടികളെയൊക്കെ തയ്യാറാക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച രാവിലെ എന്ന്. ഞാൻ തിങ്കളാഴ്ച രാവിലെ തന്നെ ഏകദേശം 55ഓളം ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് ഈ പ്ലാറ്റ്ഫോമിന്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ ഒരു സംശയമില്ല, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പം ആർസിഎം എന്ന ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ആദ്യം വേണ്ടത് ഒരു സ്വപ്നമാണ്. ഒരു സ്വപ്നം ഉണ്ടാകണം. ആർസിഎം ബിസിനസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ ഒരു കാരണം ഉണ്ടാകണം. ആ കാരണം എന്താണെന്ന് സ്വയം കണ്ടുപിടിക്കാം. ആർസിഎമ്മിൽ പറയുന്നതാണ്, ആർസിഎം ബിസിനസ് ചെയ്യാനെങ്കിൽ ഒരു പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ടാകണം. എന്തിന് ഞാൻ ആർസിഎമ്മിൽ വന്നു? ഇപ്പൊ ഞാൻ ആർസിഎമ്മിലേക്ക് വന്നതിന് കാരണമുണ്ട്. കാരണം എനിക്ക് 2010 ഞാൻ ആർസിഎമ്മിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കൊരു വരുമാന മാർഗം ആവശ്യമുണ്ട്. ആ വരുമാന മാർഗം ആവശ്യമായത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ ആർസിഎമ്മിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ചെറിയ വരുമാനമെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ്. അപ്പൊ അതറിയണമെങ്കിൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ ആർസിഎമ്മിലേക്ക് വന്നു എന്ന് മനസ്സിലാവും. ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചയാളാണ്. 6 മക്കളുണ്ട്. അച്ഛൻ കൃഷിക്കാരനാണ്, അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 6 മക്കളും പഠിക്കുകയാണ്. ഒരു സാധാരണ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇന്നത്തെ കാലത്തെ പോലെയല്ല. ഇപ്പൊ 2 കുട്ടികൾ തന്നെ വേണ്ട, ഒന്ന് മതിയെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 6 മക്കളിൽ മൂന്നാമനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം കൃഷിക്കാരായതുകൊണ്ട് പട്ടിണിയൊന്നുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്, 1968. അതിനുശേഷം പഠിത്തം തുടരുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ഒരു ജോലി കിട്ടുന്നു. ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് 18ാമത്തെ വയസ്സിൽ ഞാൻ പോകുന്നത്. അപ്പം വടക്കേ ഇന്ത്യ എന്താണെന്ന് അറിയത്തില്ല, കേരളത്തിന് വെളിയിലേക്ക്, ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന് വെളിയിൽ നിന്നും പോയിട്ടില്ല.
അങ്ങനെയുള്ള ആള് എറണാകുളത്ത് പോയി ടെസ്റ്റ് എഴുതി പാസ്സായി. ജോലിയെ പറ്റി ചിന്തിക്കാൻ പോലും തുടങ്ങാത്തൊരു സമയത്ത് ജോലി കിട്ടിയ ആളാണ്. അങ്ങനെ 1986 ഞാൻ ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറുന്നത്. ആദ്യമായിട്ടാണ് ട്രെയിൻ കയറുന്നത്. അപ്പൊ ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നത് തന്നെ ജോലിക്ക് വേണ്ടിയാണ്. അതിനു മുമ്പ് ട്രെയിൻ കണ്ടിട്ടില്ല, കയറിയിട്ടില്ല, ട്രെയിൻ എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ 1986 ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കുറെ റെസ്ട്രിക്ഷൻസ് ആണ് പട്ടാള ലൈഫ് എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ പട്ടാള ലൈഫ് പോയിട്ടുള്ളവർ ജീവിതം അത്ര കഠിനമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ വെച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്, പട്ടാളം പരമസുഖം പട്ടിണിയാണ് അതിനും ഭേദം എന്ന് പറയുന്നത്. അത് ശരിക്കും ആ ലൈഫ് എൻജോയ് ചെയ്തവർക്ക് അറിയാൻ പറ്റത്തില്ല. പട്ടാളം പരമസുഖം പട്ടിണിയാണ് അതിനും ഭേദമെന്ന് ഒരു പാട്ട് തന്നെ പറയുന്നതിന്റെ കാരണം അങ്ങനെ ഒരു ലൈഫായിരുന്നു എന്റെ തുടക്കം. 18ാമത്തെ വയസ്സിലാണെന്ന് ആലോചിക്കണം. 18ാമത്തെ വയസ്സിൽ എയർഫോഴ്സിൽ ജോലി ചെയ്യുക, ആ ജോലി ഏകദേശം 20 വർഷം കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. 20 വർഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യാനും കുറെ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ മനസ്സിലായി. പക്ഷേ ജീവിതം അത്ര സ്മൂത്ത് ആയിരുന്നില്ലെന്ന് മാത്രം. അതിനിടയ്ക്കാണ് വിവാഹം നടന്നത്. അതിനുശേഷം 2 കുട്ടികളായി. ഇങ്ങനെ ജീവിതം ഒരുവിധം സ്മൂത്തായിട്ട് പോകുമ്പോഴാണ് 2006 ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും നല്ല ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നാട്ടിൽ വന്നു. പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഇനി ജോലി വേണ്ട, എന്തെങ്കിലും ഒരു ബിസിനസ് ആയാൽ നല്ലതായിരിക്കും. അപ്പോൾ കോട്ടയത്താണ് ഞാൻ വന്ന് താമസമാക്കിയത് 2006. ബിസിനസ് അന്വേഷിച്ചപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. കാരണം ഒരു കടമുറി എടുക്കണമെങ്കിൽ അന്ന് 2-3 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അത് ചെറിയ സ്ഥലത്ത് പോലും അതാണ്. അങ്ങനെ കുറച്ചു നാളത്തേക്ക് സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചു. ചെറിയൊരു ജോലിയൊക്കെ ശ്രമിച്ചു. ഒരു കമ്പനിയുടെ ടാറ്റാ സ്കൈയുടെ മാനേജറായിട്ട് കുറച്ചു നാള് ഒരു വർഷത്തോളം ജോലി ചെയ്തു. അന്നും മനസ്സിലൊറ്റ ചിന്തയുള്ള എങ്ങനെയെങ്കിലും ബിസിനസ് തുടങ്ങണം. അങ്ങനെ 2008 ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങി. ചെറിയ ബിസിനസ് പറഞ്ഞാൽ വളരെ ചെറിയത്. അന്നത്തെ കാലത്ത് 3 ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് ചെയ്യുന്നു. 2 വർഷം മാത്രമേ എനിക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ 2010 ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിയോഗം പോലെയാണ് 2010 ഏകദേശം സെപ്റ്റംബറിൽ. 2008 ഞാൻ RCM ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ 2008 മുതൽ 2010 വരെ ഒരു കാലഘട്ടത്തിൽ RCMനെ പറ്റി ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു. കാരണം ആ സമയത്ത് തന്നെയാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ 2010 ബിസിനസ് പൂട്ടിക്കെട്ടുന്ന സമയത്താണ് RCMനെ പറ്റി കൂടുതൽ ചിന്തിക്കാറുള്ളത്. അന്നത്തെ എൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. കയ്യിൽ നയ പൈസ ഇല്ല. 2010 RCMിലേക്ക് വരുമ്പോൾ പൈസ ഇല്ലാത്തൊരവസ്ഥ. അന്ന് എൻ്റെ ഒരേ ഒരു ആഗ്രഹം RCMന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പണം, ജീവിക്കാനുള്ള പണം, അതായിരുന്നു എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. അങ്ങനെ 2010 RCMനെ ഒരു ജീവിത മാർഗമായിട്ട്, ഒരു വരുമാനത്തിന് വേണ്ടി സ്വീകരിച്ച വ്യക്തിയാണ്. അതായിരുന്നു എൻ്റെ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ. RCMൽ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം 2010 മുതലാണ് RCMനെ പഠിക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ RCMനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ബിസിനസിനെ പറ്റി ഉള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു സാധ്യത എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഈ ബിസിനസിനെ പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ്. അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് RCM ബിസിനസിനെ ഏറ്റെടുത്തു. വളരെ സീരിയസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. ഒരാൾ ആശുപത്രി കിടക്കുന്നത് വളരെ സീരിയസ് ആണ്. അങ്ങനെ സീരിയസ് ആയിട്ട് RCMനെ ഏറ്റെടുത്തു. കാരണം എൻ്റെ ആവശ്യകത ഏതായിരുന്നു, എനിക്ക് വേറെ മാർഗമില്ല എൻ്റെ മുമ്പിൽ, മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ 2010 RCM ബിസിനസ് ഏറ്റെടുത്ത ആളാണ്. ഇന്ന് RCM തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് വലിയൊരു പ്രോസസ് ഉണ്ട്. ഞാൻ ഇന്ന് നിൽക്കുന്ന ലെവലിലേക്ക് എത്താനായിട്ട് വലിയൊരു പ്രോസസ്. ഒരു സ്റ്റാർ എമറാൾഡ് എന്ന പിൻ ലെവലിൽ എത്തുമ്പോൾ അന്ന് ഞാൻ ചെയ്യുന്നതിന്റെ 4/1 എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചെയ്താൽ, 4/1 മതി. ഞാൻ ചെയ്തതിന്റെ 4/1 ആരെങ്കിലും RCM ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത 3 വർഷം കൊണ്ട് RCM സ്റ്റാർ എമറാൾഡ് ഞാൻ നിൽക്കുന്ന പൊസിഷൻ എത്താം. ഞാൻ നിൽക്കുന്ന പൊസിഷൻ സ്റ്റാർ എമറാൾഡ് എന്ന പിൻ ലെവലിൽ ഒരാൾക്ക് എത്തണമെങ്കിൽ ഞാൻ ചെയ്തതിന്റെ 4/1 നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 3ാമത്തെ വർഷം RCM സ്റ്റാർ എമറാൾഡ്. അതെനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാരണം അത്രയധികം കഷ്ടപ്പെട്ടാണ് RCM ചെയ്യുന്നത്. അന്ന് ഇഷ്ടപ്പെട്ട് RCMനെ ചെയ്യാൻ കാരണങ്ങളൊന്നുമില്ല, കഷ്ടപ്പെട്ട് തന്നെയാണ് RCMനെ ചെയ്യുന്നത്. അതിന്റെ കാരണമാണ് there was a primary motivation factor. എന്നെ ഈ ബിസിനസ്സിൽ നിലനിർത്തിയ ചില കാര്യങ്ങൾ. അപ്പൊ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ പിന്നീടാണ് ഞാൻ ഒരു സ്വപ്നമൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് എനിക്കും ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ ആയി തീരണം, എന്നെ അറിയണം, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണം,
മറ്റുള്ളവർ ഇപ്പൊ നമ്മളൊക്കെ അറിയപ്പെടുന്ന പല പേരില്ല, ഇന്നയാളുടെ മകൻ അല്ലെങ്കിൽ ഇന്നയാളുടെ സഹോദരൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേരിലാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നതെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഞാൻ എൻ്റെ പേരിൽ അറിയപ്പെടണം, 10 പേര് എന്നെ എൻ്റെ പേരിൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നത്. അതാ നമുക്ക് ഒരു വലിയ സ്വപ്നം ഉണ്ടാണ് ആർ സി ബിസിനസ് വിജയിക്കണമെങ്കിൽ. എന്നെ 10 പേര് എൻ്റെ പേരിൽ അറിയും. ഇവിടെ സുരേന്ദ്രൻ സാറ് മീറ്റിംഗിൽ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് കേബിൾ വാല എന്നത്. കാരണം അതൊരു കേബിൾ ടി വി ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹം പോകുമ്പോഴും വരുമ്പോഴും അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റർ, കേബിൾ ടി വി വാല എന്നാണ് പറയുക. അപ്പൊ അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് കേബിൾ ടി വി വാല, കേബിൾ ടി വി. അതിപ്പോ അദ്ദേഹത്തിന് അത് അരോചകമായി തോന്നി. എന്നെ എന്താണ് എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്, എനിക്കൊരു പേരില്ല. അപ്പൊ ആ പേര് മാറ്റാൻ, എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ വിളി മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആർ സി ബിയിൽ സീരിയസ് ആയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഇന്ന് ആർ സി ബിയിൽ ഉണ്ടാക്കിയെടുത്ത് ഇന്ന് ആർ സി ബിന്റെ ഡയമണ്ട് ആണ്. നെറ്റ്വർക്ക് ബിസിനസിന്റെ ഉസ്താദായിട്ട് അദ്ദേഹം മാറിയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായ ഒരു അദ്ദേഹത്തിന്റെ ഒരു പേര്, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അദ്ദേഹത്തെ ആൾക്കാർ അറിയുന്ന ഒരു വിധത്തിലേക്ക് മാറിയത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ആർ സി ബിയിൽ അറിയപ്പെടുന്നത് ആ വിധത്തിലാണ്. അപ്പൊ നമുക്കും വേണമെങ്കിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനമാണ് ആർ സി എം. അപ്പൊ ആർ സി എം ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാരണം ഉണ്ടാണ്. ആ കാരണങ്ങൾ എന്താണെന്ന് ഒന്ന് പരിശോധിക്കുക. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഞാൻ എന്തിന് ആർ സി എമ്മിൽ വന്നു, എന്റെ ലക്ഷ്യം ആർ സി എമ്മിൽ എന്താണ്, ആ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ എന്തായിരിക്കും, അത് ഒന്ന് അത്യാവശ്യം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആർ സി എമ്മിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് 100% ഉറപ്പാക്കണം. 100% ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. 100%. അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു. 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ആദ്യം ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് മാറുക. നിങ്ങൾ ഇന്ന് മറ്റുള്ള ഏതെങ്കിലും കമ്പനികളുടെ, അവിടെയാണ് തുടക്കം. നമ്മൾ ഇന്ന് ഏതെങ്കിലും കമ്പനിയുടെ ഡ്രസ്സാണ് ധരിക്കുന്നതെങ്കിൽ അത് മാറുക. 100% ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ഇപ്പൊ പല ആൾക്കാരും പറയും ആർ സി എമ്മിൽ എനിക്ക് തരുന്ന സൈസ് ഇല്ല, അതില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കളർ ഇല്ല. അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ആർ സി എമ്മിൽ വന്നിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ചുരിദാർ ഒന്നും ആർ സി എം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ബെഡ്ഷീറ്റ്, ആർ സി എമ്മിന്റെ ബെഡ്ഷീറ്റ് തയ്ച്ച് ചുരിദാർ ആക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ നമുക്ക് അതിലേക്ക് മാറാൻ പറ്റും. അപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ് 100% ഞാൻ ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനനുസരിച്ച് ഞാൻ മാറണം. അപ്പൊ അവിടെ എക്സ്ക്യൂസ് ഇല്ല. ആർ സി എമ്മിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നമ്മൾ കണ്ടെത്തുന്നതിന് പകരം എങ്ങനെ എനിക്ക്, ഹൗ ക്യാൻ ഐ ചേഞ്ച്, ഞാൻ എങ്ങനെ ചേഞ്ച് ആവും, അതാണ് ഏറ്റവും പ്രധാനം. ക്യാൻ ഐ ചേഞ്ച് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവണം. എനിക്ക് ചേഞ്ച് ആകാൻ പറ്റുമോ, അപ്പൊ എങ്ങനെ ചേഞ്ച് ആകും, ആ ചേഞ്ചിലേക്ക് നമ്മൾ മാറണം. അപ്പൊ 100% ആർ സി എമ്മിന്റെ ഡ്രസ് മെറ്റീരിയൽസ് തയ്ക്കും. ഇത് ഞാൻ പറയാൻ കാരണം ആർ സി എം ബിസിനസ്സിലേക്ക് ആർ സി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആർ സി എമ്മിന്റെ ലീഡർ ഉണ്ട്, സതീഷ് പണ്ഡിറ്റ്. അദ്ദേഹം ആർ സി എമ്മിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടം, അദ്ദേഹത്തിനെ പറ്റി പറയുന്നത്, അദ്ദേഹത്തെ സുരേന്ദ്രൻ സാറാണ് ആർ സി എമ്മിലേക്ക് കൊണ്ടിരുന്നത്. അന്ന് ആർ സി എമ്മിൽ ആകെപ്പാടുള്ളത് ഡ്രസ് മെറ്റീരിയൽസ് ആണ് പ്രധാനമായിട്ടും. അപ്പൊ അന്ന് ആർ സി എമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആർ സി എമ്മിന്റെ ഒരു കിറ്റ്, 2 കിറ്റ് ഉണ്ട്. SL കിറ്റ് എന്ന് പറഞ്ഞാൽ 2 പാന്റും 2 കോട്ടും തയ്ക്കാൻ പറ്റുന്ന തുണി, അതാണ് SL കിറ്റ് എന്ന് പറഞ്ഞാൽ. SL കിറ്റില്ല, അതിന്റെ പേര് NM കിറ്റ്. NM കിറ്റ് എന്നു. അപ്പൊ അത് 2 പാന്റും 2 കോട്ടും അതുകൊണ്ട് തയ്ക്കാൻ പറ്റും. 1320 രൂപയാണ് ഇതിന്റെ റേറ്റ്. SL കിറ്റ് എന്ന് പറഞ്ഞാൽ 3 പാന്റും 3 ഷർട്ടും തയ്ക്കാൻ പറ്റുന്ന തുണി എന്ന് പറഞ്ഞാൽ തുണിയാണ്, തയ്ച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കിറ്റ് എടുത്താണ് 2003 ആർ സി എമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം സുരേന്ദ്രൻ സാറ് സതീഷ് പണ്ഡിറ്റിനെ ആർ സി എമ്മിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും എടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്തിനാണ്, ഇത് ഡ്രസ് മെറ്റീരിയൽ ആണ്. ആർ സി എം ബിസിനസ് പോവാണെങ്കിൽ നമ്മൾ ആർ സി എമ്മിന്റെ ഡ്രസ്സ് ധരിച്ചു പോകണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ റെഡിമെയ്ഡ്, ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് ധരിക്കുന്നതിനെ ചിന്തിച്ച കാലം മുതൽ ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സ് അല്ലാതെ മറ്റൊരു ഡ്രസ്സും ഇതുവരെ ധരിച്ചിട്ടില്ല. റെഡിമെയ്ഡ് ഡ്രസ്സ് അല്ലാതെ മറ്റൊരു ഡ്രസ്സും ഇല്ല. പക്ഷെ ആർ സി എം ബിസിനസ്സിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തേ പറ്റൂ എന്ന് സുരേന്ദ്രൻ സാർ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി. അടുത്ത ദിവസം ജോയിൻ ചെയ്ത അടുത്ത ദിവസം അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിലോ പോകേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അന്ന് രാത്രി സുരേന്ദ്രൻ സാറിന് തുണി തയ്ക്കുന്നയാള് പോയി സമീപിച്ച് അന്ന് രാത്രി ഒരു ജോഡി ഡ്രസ്സ് ധരിച്ചതിന് ശേഷം ആണ് അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ശീലം മാറ്റിയത്. വർഷങ്ങളായിട്ടുള്ള റെഡിമെയ്ഡ് ഡ്രസ്സ് ധരിക്കുന്ന ശീലം ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ആർ സി എമ്മിന്റെ പാന്റും ആർ സി എമ്മിന്റെ ഷർട്ടും ഇട്ടാണ് സതീഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി ആർ സി എമ്മിന്റെ മീറ്റിംഗിൽ ആദ്യമായിട്ട് പോകുന്നത്. അവിടെയാണ് ഒരു
ലീഡറുടെ കഴിവെന്ന് പറഞ്ഞാൽ തൻ്റെ ടീമിൽ വന്ന ആൾക്കാരെ സിസ്റ്റത്തിനനുസരിച്ച് മാറ്റുക എന്നുള്ളതാണ് ഒരു ലീഡർ ചെയ്യേണ്ടത്. അത് സുരേഷ് ഇന്ദ്രവട്ട് സാർ ചെയ്തു. അതുകൊണ്ട് സതീഷ് പണ്ഡിറ്റ് ആർസിഎമ്മിന്റെ ശക്തനായ ലീഡറായിട്ട് മാറി, സുരേന്ദ്രവട്ട് സാർ ആർസിഎമ്മിന്റെ ഡയമണ്ട് ആയിട്ട് മാറി. ഇപ്പൊ രണ്ടുപേർക്കും പ്രയോജനം ഉണ്ടായി. ആരെയാണോ മാറ്റിയത് അയാൾക്കും നേട്ടമുണ്ടായി, ആരാണോ മാറ്റിയത് അയാൾക്കും നേട്ടമുണ്ട്. ഈ ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ആർസിഎമ്മിന്റെ ഡ്രസ്സിലേക്ക് മാറും. നമുക്കറിയാം സതീഷ് പണ്ഡിറ്റ് ആർസിഎമ്മിന്റെ എക്കാലത്തെയും പിന്നീട് ആർസിഎമ്മിന്റെ എക്കാലത്തെയും വലിയ ഗുരുവായിട്ട് മാറി. സുരേന്ദ്രവട്ട് സാർ ആർസിഎമ്മിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡറായി മാറി. അപ്പൊ ഇതിന്റെ ആദ്യത്തെ എന്താണ് അദ്ദേഹം ചേഞ്ച് ചെയ്യാൻ തയ്യാറാകുന്നത്. താൻ ധരിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് അദ്ദേഹം ചേഞ്ച് ചെയ്യാൻ തയ്യാറായി. അപ്പൊ അതാണ് ആർസിഎമ്മിലേക്കുള്ള ആദ്യ ചുവടുമാറ്റം എന്ന് പറയുന്നത്. ആർസിഎമ്മിന്റെ ഡ്രസ്സ് ഇപ്പൊ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോഴും എന്റെ ദേഹത്തുള്ളത് ആർസിഎമ്മിന്റെ ഡ്രസ്സ് മാത്രം, മറ്റൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ആർസിഎമ്മിന്റെ ഡ്രസ്സ് 100% ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതൊരു പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടറിലേക്ക് എത്തണമെങ്കിൽ, എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. മറ്റുള്ളവരെ പിന്നീട് ചേഞ്ച് ചെയ്യാം, സ്വയം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആർസിഎമ്മിൽ. അപ്പൊ അവിടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ഉൽപ്പന്നം ഉപയോഗിക്കണം, ബ്രഷ് ചെയ്യണം, ആർസിഎമ്മിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ആർസിഎമ്മിന്റെ ബ്രഷ് മാത്രമേ ഉപയോഗിക്കൂ. പേസ്റ്റ് പല്ല് തേക്കണം, പേസ്റ്റ് ഉണ്ടെങ്കിൽ ആർസിഎമ്മിന്റെ പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. അവിടെയും സതീഷ് പണ്ഡിറ്റ് പറഞ്ഞൊരു സെന്റൻസ് ഞാൻ ഓർക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലെ പേസ്റ്റ് തീരുന്നു, നിങ്ങൾ ആർസിഎമ്മിന്റെ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഷോപ്പ് നടത്തുന്ന ആൾ പറയുക പേസ്റ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി, ഇനി അടുത്ത ലോഡിലേ വരത്തുള്ളൂ. എന്നാണ് അടുത്ത ലോഡ് വരുന്നത്? 2 ദിവസം കഴിഞ്ഞേ വരും. അങ്ങനെ കട നടത്തുന്ന ആൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോവുക, പക്ഷേ അതിന് പകരം മറ്റൊരു കടയിൽ പോയി മറ്റൊരു കമ്പനിയുടെ പേസ്റ്റ് ഒരിക്കലും ഉപയോഗിക്കാൻ ഇടയാകരുത്. അപ്പൊ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ്, കാരണം ആർസിഎമ്മിന്റെ എക്കാലത്തെയും ഗുരു പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2 ദിവസം മറ്റൊരു കമ്പനിയുടെ പേസ്റ്റ് വാങ്ങാതെ നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. പേസ്റ്റ് ആർസിഎമ്മിന്റെ പേസ്റ്റ് വന്നിട്ട് പല്ല് തേക്കുന്നൊരു ദിട്ടനിശ്ചയം. അപ്പൊ ഇതാണ് ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരുന്നു, അത് മാത്രം കൊണ്ടുവരുന്നു. ഇനി ആർസിഎമ്മിൽ 100% പ്രൊഡക്റ്റിനെ പറ്റി ചില ആൾക്കാർ പറയുമ്പോൾ സാറേ അത് ആ പ്രൊഡക്റ്റ് ആർസിഎമ്മിൽ ഇല്ലല്ലോ, അല്ല ഈ പ്രൊഡക്റ്റ് ആർസിഎമ്മിൽ ഇല്ലാത്ത പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ അന്വേഷിക്കേണ്ട, ഉള്ള പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിക്കും. ഉള്ള പ്രൊഡക്റ്റ് 100% ഉപയോഗിക്കും. ആർസിഎം ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് കൊണ്ടുവന്നോളൂ. നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആ പ്രൊഡക്റ്റ് ആർസിഎമ്മിൽ പിൽക്കാലത്ത് വരും. അതെന്റെ ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവമാണ്. ആർസിഎം തുടങ്ങിയ സമയത്ത് 5 കിലോയുടെ ആട്ട മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ പിന്നീട് കമ്പനിയിൽ പോയിട്ട് നമ്മൾ TCGയോട് ധരിപ്പിച്ചു, സാറേ ഞങ്ങൾ കേരളക്കാരുടെ പ്രത്യേകത ഞങ്ങൾ ആട്ട കുറച്ച് ഉപയോഗിക്കുന്നവരാണ്, അതിന് ഞങ്ങൾക്ക് 2 കിലോയുടെ, ഞാൻ ആ സംഘത്തിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, TCGയുടെ ചേംബറിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലുള്ളവർ ഈ സജഷൻ TCGയോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഉറപ്പൊന്നും പറഞ്ഞില്ല. പക്ഷെ 2 മാസത്തിനുള്ളിൽ 2 കിലോയുടെ ആട്ട ചെങ്ങന്നൂരിൽ പോയി വന്നിട്ടുണ്ട്. കാരണം നമ്മളോട് പറഞ്ഞില്ല ആട്ട ഞങ്ങൾ 2 കിലോയുടെ ഉണ്ടാക്കാം, ഒന്നും പറഞ്ഞില്ല. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂരിൽ പോയി 2 കിലോയുടെ ആട്ട എത്തി എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചതനുസരിച്ച് TCGയോട് പറഞ്ഞു, TCG നമുക്കത് പ്രാവർത്തികമായി. TCG പല പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചോളൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്നുള്ളത്, അത് നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കും. എന്നെത്തുമെന്ന് മാത്രം ചോദിക്കരുത്, കാരണം എന്നെങ്കിലും അത് എത്തിയിരിക്കുമെന്നാണ് അദ്ദേഹം നമുക്ക് ഉറപ്പ്. അത്ര വിശ്വാസതയോടെ നമുക്ക് ഇപ്പൊ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ എന്ന് ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ നിങ്ങൾ ആർസിഎമ്മിൽ സക്സസ് ആവും. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഉൽപ്പന്നം ഉപയോഗിക്കുക. ഇത് രണ്ടും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി മൂന്നാമത് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യാൻ തയ്യാറാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് ഡയറക്ട് സെല്ലിങ്ങിലാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കുക എന്നുള്ളതാണ്, ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് സെല്ലിങ്ങിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ 100% ഞാൻ ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ ഞാൻ ആർസിഎമ്മിലേക്ക് കടന്നു വന്നതിന്റെ കാരണം എന്താണ്? ഡയറക്ട് സെല്ലിങ്ങിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ക്ലാസ്സുകളിലൊക്കെ പറയും ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല, അതാണ് ഇതാണ് 100 കാര്യം പറയും. പക്ഷേ ഞാൻ ഡയറക്ട് സെല്ലിങ്ങിലാണെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടോ? ഡയറക്ട് സെല്ലിങ് ഈ നൂറ്റാണ്ടിന്റെ ബിസിനസ്സാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിങ്. അപ്പൊ ഈ ബിസിനസ്സിൽ ഞാൻ വന്നിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല, ഞാൻ വിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്റെ അച്ഛൻ വിറ്റിട്ടില്ല, എന്റെ അമ്മ വിറ്റിട്ടില്ല, അല്ല എന്റെ ചേട്ടനോ അനിയനോ ആരും ഇതുവരെ ഒരു സാധനം വിറ്റിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഈ സിസ്റ്റത്തിനനുസരിച്ച് നമ്മളെ മാറ്റണം. ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് സെയിലാണ്, അത് ഡയറക്റ്റ് സെയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്റെ അയൽവക്കക്കാരൻ ചെയ്യുന്നില്ല, അല്ലെ അയാൾ ചെയ്യുന്നില്ല, എന്റെ അപ്ലൈൻ ചെയ്യുന്നില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ന വ്യക്തി ആർസിഎമ്മിലേക്ക് വന്നത് ഡയറക്ട് സെല്ലർ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഡയറക്ട് സെല്ലിന്റെ ഭാഗമാകണമെങ്കിൽ ഞാൻ എന്നെ മാറ്റാൻ തയ്യാറാണ്. ഇപ്പൊ 100% പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ
സ്റ്റാർ സഫയർ ആയിട്ടുള്ള മുകേഷ് കൊട്ടാരി, RCMന്റെ ആദ്യത്തെ കോടിപതി. അദ്ദേഹം RCM ബിസിനസിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, RCMൽ എന്താണ് RCM പറയുന്നതാണ്, RCMൽ ഖർച്ചാ കരോ ചർച്ചാ കരോ എന്നാ പറയും. ഖർച്ചാ കരോ ചർച്ചാ കരോ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് സാധനം വാങ്ങുക എന്ന് കഴിഞ്ഞാൽ പൈസ ചെലവാക്കുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. ഇതാണ് അതേപോലെ രണ്ട് സെന്റൻസ് ആണ്. അപ്പൊ RCM ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പൊ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൊഡക്റ്റിനെ പറ്റി അവയർനെസ്, പ്രൊഡക്റ്റിനെ പറ്റി എന്താണെന്ന് അറിയണം, പഠിക്കാൻ തയ്യാറാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് RCMന്റെ എല്ലാ കാര്യങ്ങളും. മീറ്റിങ്ങുകളുടെ പ്രാധാന്യം എത്ര വലുതാണ്, കാരണം പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കണം, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെ പറ്റി പഠിക്കണം, അപ്പൊ അതിന്റെ ട്രെയിനിങ്ങുകൾ പങ്കെടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് വീർ വീരാംഗന ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ, പഠിക്കുക, പഠിപ്പിക്കുക. അപ്പൊ പഠിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ക്ലബ്ബുകളിൽ പങ്കെടുത്തേ പറ്റുള്ളൂ. ഉഡാൻ എന്തിനാണ്, എങ്ങനെ നമ്മുടെ കീസോൾ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാനും പഠിച്ച പ്രൊഡക്റ്റ് എങ്ങനെ സെയിൽ ചെയ്യാമെന്നുള്ള ടിപ്പുകളൊക്കെ പഠിക്കാൻ വേണ്ടി ഉഡാൻ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം നമുക്ക് വീർ വീരാംഗന ക്ലബ്ബ് ചെയ്യാൻ പറയുന്നു. ഇതെല്ലാം ഇതിന്റെ പുറകിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെ ഉൽപ്പന്നങ്ങൾ ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറാകണം. ഇപ്പൊ നമുക്ക് ഏറ്റവും ലളിതമാക്കി തന്നിരിക്കുകയാണ് 5 ന്യൂട്രിചാർജ് വുമൺ. ആദ്യം തുടങ്ങിയ സമയത്ത് വീർ വീരാംഗന രജിസ്ട്രേഷനിൽ 10,000 രൂപയുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ വേണമായിരുന്നു. അത് പിന്നെ ലഘൂകരിച്ച് 5,000 ആക്കി. ഇപ്പൊ ലേറ്റസ്റ്റ് ഈ മാസം വെറും 5 ന്യൂട്രിചാർജ് വുമൺ മാത്രം സെൽഫ് ഐഡിയിൽ ബില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ്ങിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. രജിസ്ട്രേഷൻ സാധാരണ വരുന്നത് 28-29 തീയതിയാണ് അതിന്റെ ലിങ്ക് വരുന്നത്. അടുത്ത മാസം ആദ്യമായിരിക്കും നമുക്ക് ആ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ കൺവീനിയന്റ് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ ബിസിനസ്സിനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും നമ്മളെ സഹായിക്കുന്ന കോഴ്സുകളുണ്ട്. അപ്പൊ ഉഡാൻ ചെയ്യാനായിട്ട് ന്യൂട്രിചാർജ് വീർ വീരാംഗന ഇപ്പൊ ആർക്കും ചെയ്യാം, ആർക്കും വേണമെങ്കിൽ. അപ്പൊ ഞാനിത് ചെയ്യണോ എന്നുള്ള പല ചോദ്യം അവരോട് ചോദിക്കുക. കാരണം എനിക്ക് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുമോ? ഇത് എനിക്ക് പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഈ കോഴ്സ് പങ്കെടുക്കണം. അതിനകത്ത് വേറൊരു അപ്പീലില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്നോട് ഞാൻ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാനത് ചെയ്യണോ? അപ്പൊ ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. 5 ന്യൂട്രിചാർജ് വുമൺ സ്വന്തം ഐഡിയയിൽ ബില്ല് ചെയ്തുകൊണ്ട് എന്നെ കേൾക്കുന്ന 81 പേര്, ഞാൻ ഉൾപ്പെടെ 81 പേരും അവനോട് ചോദിക്കുക, എനിക്ക് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വിൽക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ട്രെയിനിങ് കോഴ്സ് പങ്കെടുക്കണം. കാരണം 10-12 ദിവസത്തെ കോഴ്സേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു ട്രെയിനിങ് പങ്കെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്, പഠിക്കുന്ന എന്താണ് ബുദ്ധിമുട്ട്? പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും RCMന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ അതിനെ പറ്റിയുള്ള അവയർനെസ്, പ്രൊഡക്റ്റിനെ പറ്റിയുള്ള അവയർനെസ് എല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. ചെയ്യണം ചെയ്യണം ചെയ്യണം. RCM ബിസിനസ്. അതുകൊണ്ട് തന്നെ ഞാൻ 2010 ചെയ്തതിന്റെ 4/1 ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റിയാൽ അടുത്ത 3 വർഷം കൊണ്ട് RCMൽ സ്റ്റാർ ഡയമണ്ട് ആകാം. 1.5 ലക്ഷം രൂപ വെച്ച് മാസം അക്കൗണ്ടിൽ എത്തിക്കാൻ പറ്റും. ചെയ്യാൻ തയ്യാറാണ്. അപ്പം RCM ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. എത്ര കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റും അത്ര കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ 1-to-1 മീറ്റിംഗിന് പ്രാധാന്യം കൊടുക്കുന്നത്. 1-to-1 മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ആദ്യത്തെ സെയിൽ പരിശീലനമാണ്. നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. നിങ്ങൾ കോഴിക്കോടുള്ള നമ്മുടെ നാരായണേട്ടൻ RCMന്റെ സ്റ്റാർ എമറാൾഡ് ആണ്. 2005 RCMലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തോട് ഒന്ന് സെയിൽ ചെയ്യണം. അദ്ദേഹം ഒരു കറുത്ത ബാഗൊക്കെ തയ്ച്ചു. അതിനകത്ത് RCMന്റെ പ്രൊഡക്റ്റ്, അദ്ദേഹത്തിന് സ്കൂട്ടറോ കാറോ ഒന്നും ആ സമയത്തില്ല. അദ്ദേഹം ഒരു ബാഗിന്റെ അകത്ത് സാധനം RCMന്റെ, അന്ന് ഇത്രയും പ്രൊഡക്റ്റും ഇല്ല, കഷ്ടിച്ച 10-30 പ്രൊഡക്റ്റേ ഉള്ളൂ. അന്ന് കുറച്ച് സോപ്പുകൾ, കുറച്ച് 2-3 പേസ്റ്റുകൾ, അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് കാണുന്ന 99% സാധനങ്ങൾ വന്ന RCMൽ. അദ്ദേഹം ഒരു ചെറിയ ബാഗ്, കറുത്ത ബാഗ് എന്നാ പറയുന്നത്, ആ ബാഗ് തയ്പ്പിച്ചു. അതിനകത്ത് അന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, കാരണം എപ്പോഴും പ്രൊഡക്റ്റ് ഒന്നും കിട്ടത്തില്ല. കേരളത്തിൽ പ്രൊഡക്റ്റ് കിട്ടാൻ വളരെ ദൗർലഭ്യമാണ് പ്രൊഡക്റ്റിന്റെ. എന്നാൽ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയ കുറച്ച് പ്രൊഡക്റ്റുകൾ അദ്ദേഹം ഈ ബാഗിൽ ഇട്ടുകൊണ്ട് കുന്നമംഗലം എന്നൊരു ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളിലും വീടാന്തരം അദ്ദേഹം കയറി പരിചയപ്പെടുത്തി പ്രൊഡക്റ്റ്. അപ്പൊ വരുന്നവർക്കൊക്കെ അറിയാം, നാരായണൻ വരുന്നത് ഉൽപ്പന്നം വിൽക്കാനാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് വിൽക്കാനാണ്. ഈ പ്രൊഡക്റ്റ് വിറ്റാൽ എന്ത് കിട്ടുമെന്ന് നാരായണനായിട്ട് സത്യം ഞാൻ അറിയില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് വിറ്റാൽ കാശ് കിട്ടും. അപ്പൊ അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായിരുന്നു നാരായണേട്ടൻ എന്ന് പറയുന്നത്, കുന്നമംഗലം സ്വദേശി. അദ്ദേഹം ഉത്സവപ്പറമ്പിൽ കപ്പലണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നയാളാണ്. ഉത്സവപ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ, അപ്പൊ അത് സീസണലാണ്, നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു വീട്ടിൽ വേലക്കാരനായിട്ട് നിന്നയാളാണ്. വേലയ്ക്ക് നിന്നാണ്, പമ്പ് ഓപ്പറേറ്റർ വേലക്കാരനായിട്ട് ഒരു വീട്ടിൽ ഒരാൾക്ക് കൂടെ നിന്ന് ജോലി ചെയ്തയാളാണ്. അതിനിടയ്ക്ക് അദ്ദേഹം കണ്ടക്ടർ ജോലി ചെയ്യാൻ പോയി. ആ സമയത്ത് ആമവാദം എന്ന രോഗം പിടിപെട്ടു. അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു.
അപ്പോൾ പിന്നെ കടല കച്ചവടം ചെയ്യുന്ന കിട്ടുന്ന സമയം കൊണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം 2005 ചെയ്തത്. അപ്പൊ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളെ പറ്റി കേട്ടപ്പോൾ അദ്ദേഹം ഒരു ബാഗിന്റെ അകത്ത് ഉൽപ്പന്നമൊക്കെ ഇട്ടുകൊണ്ട് കുന്നമംഗലം എന്ന ഒരു ചെറിയ ഗ്രാമം, ആ വീടുകളിലുള്ള ആ നാട്ടിലുള്ള എല്ലാ വീടുകളിലും അദ്ദേഹം ഈ ഉൽപ്പന്നങ്ങളുമായി കയറി ഇറങ്ങി. അദ്ദേഹം അന്ന് ഇത് വലിയ പൊസിഷൻ എത്തുമെന്നൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ഉൽപ്പന്നം വിൽക്കുക, അതിന് കിട്ടുന്ന തുച്ഛമായ ലാഭം കൊണ്ട് ജീവിക്കുക. അങ്ങനെ 2005 ആർസിഎം ബിസിനസ് തുടങ്ങിയ നാരായണേട്ടൻ പിന്നീട് എന്തായി, ആർസിഎമ്മിന്റെ സ്റ്റാർ എംറാൾഡ് വരെയായി. ഇന്ന് അദ്ദേഹം ആർസിഎമ്മിന്റെ സ്റ്റാർ എംറാൾഡ്. അപ്പൊ ഡയറക്ട് സെല്ലിന്റെ ഒരു ഭാവി എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. കാരണം ഡയറക്ട് സെല്ലിംഗിൽ കൂടി നമുക്ക് വലിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആർസിഎം ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു എമറാൾഡോ ഡയമണ്ടോ എത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ തുടക്ക സമയത്ത് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്തേ മതിയാകത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ആർസിഎം ഉൽപ്പന്നം വിൽക്കുന്ന ശീലം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ ഇത് നമ്മളെ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ഈ ബിസിനസ്സിനനുസരിച്ച് നമ്മൾ മാറ്റാൻ തയ്യാറാണ്. ഇനി അടുത്തതാണ് ആർസിഎമ്മിനെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ആരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ ആർസിഎമ്മിനെ പറ്റി എന്താണ് പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആർസിഎം ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നാട്ടുകാർ ചോദിക്കും എന്താണ് ആർസിഎം ബിസിനസ്, പറയാൻ നമുക്ക് പറ്റണം. ആൾക്കാരുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആർസിഎമ്മിനെ പറ്റി, ആർസിഎമ്മിന്റെ ഗുണങ്ങളെ പറ്റി എല്ലാം നമ്മൾ പറ്റുള്ളൂ. അവിടെ മടി വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ആൾ ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ അയാളെ കണ്ടത് ചിരിച്ചാൽ മതി. ചിരിച്ചാൽ ചോദിക്കും എന്താ പരിപാടി എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എവിടെ പോകുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആർസിഎമ്മിനെ പറ്റി സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പല ആൾക്കാരും തൊട്ടടുത്തേക്ക് ആൾക്കാരെ നോക്കത്തോലുമില്ല. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എവിടെ ഒരു ആശുപത്രി വരാന്തയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ അടുത്തൊരു വ്യക്തി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർസിഎമ്മിനെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടൊരു തുടക്കം നമ്മുടെ ഭാഗത്തുനിന്നായിരിക്കണം. ആരുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുക. ഏത് വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചാലും അയാൾ തിരിച്ചൊരു ചിരി. ആ ചിരി മതി നമുക്ക് ഒരാളെ ആർസിഎം വീഴ്ത്താൻ. ആ ചിരിയിൽ കൂടി നമുക്ക് ഒരാളെ ആർസിഎമ്മിൽ കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ആർസിഎമ്മിനെ പറ്റി ചർച്ച ചെയ്യുക. അത് ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരും ആയിക്കോട്ടെ. കാരണം ആ ആൾക്ക് ആർസിഎം എന്താണെന്ന് അറിയത്തില്ല. ആർസിഎം അറിയാവുന്ന നമുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്നതിൽ എന്തായാലും ഒരു തെറ്റും ഉണ്ടാകുന്നില്ല. കാരണം കേൾക്കുന്ന ആൾക്ക് ആർസിഎം എന്താണെന്ന് അറിയത്തില്ല, പറയുന്ന ആൾക്കേ ആർസിഎം അറിയത്തുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് മുമ്പ് ഞാൻ പറഞ്ഞത് മുകേഷ് കൊട്ടാരി വന്നത് ചർച്ചാക്കരോ ഖർച്ചാക്കരോ എന്ന് പറഞ്ഞത്, ചെലവ് ചെയ്യുക, ചർച്ച ചെയ്യുക. ആർസിഎം പ്രൊഡക്റ്റിനെ പറ്റി ചർച്ച ചെയ്യണം. അപ്പൊ ആർസിഎം ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒരു വ്യക്തി ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു. ഒന്ന്, ആർസിഎമ്മിന്റെ ഡ്രസ്സ് ധരിക്കുന്ന ഒരു ശീലം കൊണ്ടുവരണം. ഇതുവരെ ആർസിഎമ്മിന്റെ ഡ്രസ്സ് ഫുള്ളായിട്ട് ധരിക്കുന്ന ശീലം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ അതിന് തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം വലിയൊരു ബിസിനസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറുകയാണ്. ആ ബിസിനസ്സിൽ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ഒന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നു. രണ്ടാമത്തേത്, ആർസിഎം ഉൽപ്പന്നങ്ങൾ ആർസിഎമ്മിൽ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉപയോഗിക്കാവൂ. എന്തൊക്കെ ആർസിഎമ്മിൽ ഉണ്ടോ, മറ്റുള്ള പ്രൊഡക്റ്റുകളും ഡ്രസ്സും എന്തും ആയിക്കോട്ടെ, ആർസിഎമ്മിൽ ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉപയോഗിക്കാവുന്ന ഒരു ഡിസിഷൻ, ഒരു തീരുമാനം. അതുകൊണ്ട് ആ തീരുമാനം 2010 എടുത്ത വ്യക്തിയാണ് ഇന്ന് സ്റ്റാർ എമറാൾഡായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഞാൻ സാധനം വാങ്ങിക്കൊണ്ടിരുന്നത് ഡിഫൻസ് ക്യാൻറ്റീനുകളിൽ നിന്നാണ്. പട്ടാള ക്യാൻറ്റീൻ, എവിടെ പട്ടാള ക്യാൻറ്റീൻ ഉണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് സാധനം വാങ്ങും. അത് ചിലപ്പോൾ 1000-ന്റെയും 10,000-ന്റെയും ഒക്കെ സാധനം ഒന്നിച്ച് വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അന്ന് 2010 എടുത്ത തീരുമാനം ഞാൻ ഇനിയും പട്ടാളത്തിന്റെ ക്യാൻറ്റീനിൽ പോകില്ല എന്നുള്ളതാണ്. ആ തീരുമാനം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നടപ്പിലാക്കിയതുകൊണ്ട് ഞാൻ ആർസിഎം സ്റ്റാർ എമറാൾഡായി. രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സപ്ലൈകോയിൽ നിന്നാണ് സാധനം വാങ്ങിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തി 2010 മാവേലി സ്റ്റോറിന്റെ പടി ഇറങ്ങി. അത് വിഷമത്തോടെയാണ് ഇറങ്ങുന്നത്, നമുക്കൊരു സംശയമില്ല. കാരണം വില കുറച്ച് സാധനം കിട്ടുന്ന സംവിധാനമാണെന്ന് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന സ്ഥാപനമാണ് മാവേലി സ്റ്റോറും സപ്ലൈകോയും. അന്ന് 2010 അതിന്റെ പടി ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ വരുന്ന ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. പക്ഷേ ഈ സിസ്റ്റത്തിനനുസരിച്ച് എന്നെ മാറ്റണമെങ്കിൽ ഞാൻ മാറണം എന്നുള്ള ബോധ്യം വന്നുകൊണ്ടാണ് ഞാൻ മാറിയത്. അങ്ങനെ ഞാൻ മാറിയത് കൊണ്ട് ഇന്ന് ഞാൻ ആർസിഎം സ്റ്റാർ എമറാൾഡായി റൈസിംഗ് കോർ ലീഡർ വരെ എത്തി. ഇനി കോർ ലീഡർ ആകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഡയമണ്ട് ആകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും വന്നടക്കുക. അപ്പം നമ്മൾ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ മൂന്നാമത്തെ പോയിന്റായിട്ട് വന്നത് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തയ്യാറാകണം. 100% പ്രൊഡക്റ്റ് ഷെയറിങ്ങിന് തയ്യാറാകണം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നത് എന്താണ്. നമ്മൾ ചെയ്യുന്ന ജോലി അഭിമാനത്തോടെ ചെയ്യാൻ പറ്റണം. കാരണം ഞാൻ ചെയ്യുന്നത് വെറും ഒരു സെയിലല്ല, ഒരു കച്ചവടമല്ല. ഞാൻ ഒരാളിലേക്ക് ആരോഗ്യം എത്തിക്കുന്നു. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുക. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ വരുന്ന ആളുമായിട്ട് സംസാരിച്ച് അയാളുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ ശരിക്കും സൊല്യൂഷൻ കൊടുക്കുന്നവരാണ്, പരിഹാരം കൊടുക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളോട് അത് നമ്മൾ ചോദിച്ചറിയണം എന്നാണ് പറയുന്നത്. പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ അതാണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളോട് സൗഹൃദ സംഭാഷണം നടത്തി അദ്ദേഹത്തിന് ആവശ്യം എന്താണെന്ന് ഞാൻ പഠിക്കണം. അപ്പൊ ഞാൻ ചെറിയ ചെറിയ ടിപ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും.
ആ ടിപ്സിനെ കയറി പിടിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. അങ്ങനെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യകത എന്താണെന്ന് അറിഞ്ഞിട്ട്, അതുകൊണ്ടാണ് നമ്മൾ പാത്രം അറിഞ്ഞു വേണം വിളമ്പാൻ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഒരു പണക്കാരനാണ്, അപ്പൊ അയാളോട് പണത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തികഞ്ഞ് കണ്ടെത്തണം. അതിനാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുക. ഇങ്ങനെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അതിനുള്ള പരിഹാരമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരാളെ സജീവമായിട്ട് നമുക്ക് RCB കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം അവൾക്ക് അതിനുള്ള പ്രൊഡക്റ്റ്, RCBന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും നമുക്കറിയാം. അപ്പൊ അത് കൊടുക്കുകയാണ്. RCB ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തയ്യാറാണ്. നാലാമത്തേതായിട്ട് പറയുന്നത് RCBനെ പറ്റി ചർച്ച ചെയ്യണം, സംസാരിക്കണം. എവിടെയാണെങ്കിലും നിങ്ങൾ ഏത് വ്യക്തിയുമായിട്ടും സംസാരിക്കുമ്പോൾ അതിനകത്ത് RCM എന്ന 3 അക്ഷരം കടന്നു വന്നിരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ RCM ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുക. ഇനി ഇങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ 365 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 365 ദിവസം റിസൾട്ടിനെ പറ്റി ചിന്തിക്കരുത്. ഡോണ്ട് തിങ്ക് അബൌട്ട് റിസൾട്ട്. എന്ത് കിട്ടുമെന്ന് ഇഗ്നോർ യുവർ റിസൾട്ട്. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. എന്ത് എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. RCM എന്നത് ഒരു വടവൃക്ഷം പോലെ വളർന്ന് വലുതായിരിക്കുകയാണ്. ഇത് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എമറാൾഡുമാരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ ഒരു ഡസനിലധികം എമറാൾഡുമാരുണ്ട്. എത്രയോ ടെക്നിക്കൽ സ്റ്റാർ എമറാൾഡ്, 6 സ്റ്റാർ എമറാൾഡും 4 റൂബിമാരും, ഒരു സ്റ്റാർ റൂബിയും ഒരു സഫയറും, ഇതെല്ലാം 2015 ശേഷമുണ്ട്. അപ്പം RCM ബിസിനസ്സിൽ ഞാൻ സജീവമായിട്ട് എന്നാൽ നാളെ എനിക്കും ഇതുപോലെ എത്താൻ പറ്റുമെന്ന് ആദ്യം മനസ്സിൽ തീരുമാനമെടുക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ഒരു സംശയവും വേണ്ട, ഞാൻ എത്തിയിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷം 365 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് RCM നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. എന്തും വന്നോട്ടെ. എനിക്ക് ചിലപ്പോൾ വരുമാനം വന്നെന്നിരിക്കാം, കൂടുതൽ വന്നെന്നിരിക്കാം, കുറവ് വന്നെന്നിരിക്കാം, ചില മാസം 15,000 വന്നെന്നിരിക്കാം, അടുത്ത മാസം അത് 2,000 കുറഞ്ഞെന്നിരിക്കാം. ഇഗ്നോർ ചെയ്യുക, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം എത്ര ആയിക്കോട്ടെ, അത് ശരിക്കും സ്കോളർഷിപ്പ് ആയിട്ട് മാത്രം കരുതുക. സ്കോളർഷിപ്പ്, ആദ്യത്തെ ഒരു വർഷത്തെ വരുമാനം വെറും സ്കോളർഷിപ്പ് ആയിട്ട് മാത്രം കരുതുക. കിട്ടുന്നത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് റിസൾട്ട് ഇട്ടാലും അതിനെ അടുത്ത ഒരു വർഷത്തേക്ക് ഇഗ്നോർ ചെയ്യുക. ഫോക്കസ് ഓൺ വർക്ക്. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുന്നു, മീറ്റിങ്ങുകൾ നടത്തുന്നു, പ്രൊഡക്റ്റ് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്നു, ഹൈജീൻ പ്രോഗ്രാമുകൾ നടത്തുന്നു. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ടുണ്ട്. ഒരു വർഷത്തേക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇഗ്നോർ ദ റിസൾട്ട്. റിസൾട്ടിലേക്ക് നിങ്ങൾ നോക്കണ്ട, കിട്ടുന്ന എന്തുമായിക്കട്ടെ. അപ്പം ഫോക്കസ് ഓൺ വർക്ക്, ട്രെയിനിങ്, ആൾക്കാർക്ക് ടീമിന് ട്രെയിനിങ് കൊടുക്കുന്നു, സ്വയം ട്രെയിനിങ് പങ്കെടുക്കുന്നു, പഠിക്കുന്നു. ഇതൊക്കെ ഒരു വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നതിനെ പറയുക. കാരണം ഇവിടെ മീറ്റിങ്ങുകളുണ്ടോ, മീറ്റിങ്ങുകൾ പങ്കെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു മീറ്റിംഗ്സ്. ഞാനൊരു ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഒരു സീനിയർ ലീഡറുടെ മീറ്റിംഗ് എൻ്റെ ഏരിയയിലുണ്ട്. ഞാൻ പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ക്യാൻസൽ ദ മീറ്റിംഗ്. ആ മീറ്റിംഗ് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ക്യാൻസൽ ദ ഹോം മീറ്റിംഗ്. അല്ലെ എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക, ഗോ ടു ട്രെയിനിങ് പോവുക. ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്, അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് മറ്റൊരു സീനിയർ ലീഡറുടെ മീറ്റിംഗ് ആ ഏരിയയിൽ വരുന്നുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഓർഗനൈസ് ചെയ്ത മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുക. കാരണം നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഏരിയയിൽ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തപ്പോൾ ആരെയൊക്കെയാണ് ആ മീറ്റിംഗിൽ ഇരുത്താൻ ആഗ്രഹിച്ചത് അവരെ കൊണ്ട് പിടിച്ചോണ്ട് ആ മീറ്റിംഗ് ഉണ്ട്. കാരണം മൈൻഡ് സെറ്റ് മാറാതെ ഈ ബിസിനസ്സിൽ ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ആദ്യം മാറ്റം കൊണ്ടുവന്നാൽ നിങ്ങളുടെ ടീമിന്റെ മൈൻഡ് സെറ്റിൽ മാറ്റും. അപ്പൊ ഈ ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ബിഗ് ഇവന്റ്സ്. വലിയ മീറ്റിങ്ങുകൾക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുത്തത്, ചെറിയ മീറ്റിങ്ങുകൾക്കല്ല. അപ്പൊ ഞാൻ എന്റെ ലെവലിൽ നടത്തുന്ന മീറ്റിംഗ് ചെറുതായിരിക്കും, എന്റെ ലീഡർ നടത്തുന്ന അല്ലെങ്കിൽ വേറൊരു ടീമിന്റെ ലീഡർ ആണെങ്കിലും നടത്തുന്ന മീറ്റിംഗ് ഞാൻ നടത്തുന്ന മീറ്റിങ്ങിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ബിഗ് മീറ്റിംഗ്സ്. വലിയ മീറ്റിംഗ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു, അയ്യോ നമ്മൾ ഒത്തിരി നാൾ കൂടി ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തതാണ്, അവിടെ ചെന്നില്ലെങ്കിൽ അവർ വിട്ടുപോകും. ഞാൻ പറഞ്ഞു പോട്ടെ, അങ്ങനെയുള്ളവർ പൊക്കോട്ടെന്നേ. അവരെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് മൈൻഡ് സെറ്റ് ക്ലിയർ ആയ ആൾക്കാരെ വേണ്ടി. എത്രയോ ആൾക്കാർ ഞാൻ എന്റെ ബിസിനസ് എടുത്ത് നോക്കാറുണ്ട്. 58,000-ഓളം ആൾക്കാർ എന്റെ ടീമിൽ നിന്ന് അവൈലബിൾ ആണ്. അതിൽ 48,000 പേരും ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആകുന്ന എണ്ണം വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? കാരണം മൈൻഡ് സെറ്റ് മാറാത്ത കുറെ ആൾക്കാരെ RCM കൊണ്ടുവന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? ടെർമിനേറ്റ് ആയവരുടെ എണ്ണം കൂടിപ്പോയി. അപ്പൊ ആ മൈൻഡ് സെറ്റ് മാറ്റണമെങ്കിൽ ആദ്യം എനിക്കാണ് ട്രെയിനിങ് വേണ്ടത്. ഞാൻ എന്ന വ്യക്തിയാണ് ആദ്യം ട്രെയിനിങ് എടുക്കേണ്ടത്. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ എന്ന വ്യക്തി പെർഫെക്റ്റ് ആകത്തോടത്തോളം കാലം എന്റെ ടീമിലുള്ളവരാരും പെർഫെക്റ്റ് ആകാൻ പോകുന്നില്ല. ഞാൻ നല്ല കാര്യങ്ങൾ പഠിക്കാത്തടത്തോളം കാലം എന്റെ ടീമിലുള്ളവർ നല്ല കാര്യങ്ങൾ പഠിക്കില്ല. അപ്പൊ ഞാൻ നല്ല കാര്യം പഠിക്കുന്ന വ്യക്തിയായിട്ട് മാറുക.
ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എപ്പോഴും ബിഗ് ഇവന്റ്സിനാണ്. എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ആളും ഒരു മീറ്റിംഗ് ഓർഗനൈസ് അതിലാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം വലിയ കാര്യങ്ങൾക്ക് എപ്പോഴാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി അന്നാണ് നമ്മുടെ വളർച്ച റെഡിയാകും. അപ്പൊ ഇഗ്നോർ ചെയ്യുക, ഒരു വർഷത്തെ റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്തുമായിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്, പഠിക്കാൻ, ലേണിങ്, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം. മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻസ്. എത്ര കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രയും കൂടുതൽ ഇമ്പോർട്ടൻസ് റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം കൂടെ, നമ്മളൊരു ശീലം കൊണ്ടാണ് ഡെവലപ്പ് സം ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ്സ്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് 100% പ്രൊഡക്റ്റ്. അതൊരു വലിയ ശീലമാക്കി മാറ്റണം. ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് 100% പ്രൊഡക്റ്റ് യൂസ്. അതൊരു ശീലമാക്കി മാറ്റണം. രാവിലെ എഴുന്നേറ്റാൽ തവണ കുടിക്കുക എന്നുള്ളത് ശീലമാക്കി മാറ്റണം. ചെയ്യാത്തവരുണ്ട്, എനിക്കറിയാം. വർഷങ്ങളോളം ആർക്കും എന്ന എല്ലാ മീറ്റിങ്ങുകളും കേട്ടിട്ട് പോലും അതൊരു ശീലമാക്കാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇത് നമുക്കറിയത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ ആർസിൽ വന്നിട്ട് കുറെ നാളായി ഇതുവരെ ന്യൂട്രിചാർജിന്റെ ഒരു ഉൽപ്പന്നം വിൽക്കാത്ത ആൾക്കാർ വരെ നമ്മുടെ കൂടെ ഉണ്ട്. കാരണം അത് അവരുടെ കുഴപ്പമില്ല. ഇത് പേടിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പേടി പോയിട്ടില്ല. ഇത് വിറ്റാൽ എന്ത് സംഭവിക്കും, നാളെ എന്തെങ്കിലും സംഭവിക്കുമോ, ആൾക്കാർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും. അപ്പൊ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. ആ കോൺഫിഡൻസ് വേണം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. അപ്പം മിനിമം ചില കാര്യങ്ങൾ നമ്മൾ മിനിമം ഒരു 5 പേരോടെങ്കിലും ഒരു ദിവസം ആർസ്യം, മിനിമം 5 പേരെങ്കിലും നമ്മൾ ഒരു ദിവസം പോട്ടെ, മിനിമം ഒരാളെങ്കിലും നമ്മൾ ആർസ്യം പറയുക എന്നുള്ളത്. എത്ര കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ആർസ്യം പറയുമ്പോൾ അത്ര കൂടുതൽ പറയുക എന്നുള്ളത്. അതാണ് ചർച്ചാക്കാരം എന്ന് പറഞ്ഞാൽ. ആർസ്യമിനെ പറ്റി കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുക, പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡെയിലി. അപ്പം ഡെയിലി നമ്മൾ ഒരു ഫിക്സഡ് ടൈം ഇതിനുവേണ്ടി മാറ്റി വെക്കണം. ഇപ്പൊ ഞാനൊരു പാർട്ട് ടൈമറായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ. പാർട്ട് ടൈം ചെയ്യുന്ന ആൾക്ക് ഇപ്പം ഫുൾ ടൈം ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പാർട്ട് ടൈം ബിസിനസ് ചെയ്യുന്ന ഒരാൾ പോലും ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഈ ബിസിനസ് വേണ്ടി മാറ്റി വയ്ക്കാൻ തയ്യാറാകണം. കുറച്ച് നാളത്തേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു വർഷത്തേക്ക് മിനിമം കുറച്ച് ഫിക്സഡ് ടൈം നമ്മൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്, മിനിമം. അപ്പം പാർട്ട് ടൈം ചെയ്യുന്ന ആളെ പറ്റി ഞാൻ പറയുന്നത് എത്രയാണ്, 8 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഈ ഒരു ദിവസം നിങ്ങൾ ഈ ബിസിനസ് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. അത് എല്ലാ ദിവസവും വേണം. റോജാന എന്ന് പറയുന്നത് ഡെയിലി ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ സ്പെൻഡ് ചെയ്യണം. പക്ഷേ 99% ആൾക്കാരും അവർക്ക് തോന്നുമ്പോൾ മാത്രമേ ആർസ്യം ചെയ്യാറുള്ളൂ. എന്താ പണി? ആർസ്യം ബിസിനസ് ആണ്. പക്ഷേ ബിസിനസ് ചെയ്യുന്നത് ഫുൾ ടൈമർ ആയിട്ടാണ്. പക്ഷേ പണി ചെയ്യുന്ന മുഴുവൻ, ആർസ്യം ചെയ്യുന്ന പാർട്ട് ടൈം ആയിട്ട്. പറച്ചിലിൽ മാത്രമേ ഫുൾ ടൈമർ ഉള്ളൂ, ചെയ്യുന്നത് മുഴുവൻ പാർട്ട് ടൈം ആയിട്ടാണ്. ഇപ്പൊ ഫുൾ ടൈം ആർസ്യം ബിസിനസ് ചെയ്യാന്നുള്ളതാണ് പലരും. എനിക്ക് എല്ലാവരും പറഞ്ഞ ഫുൾ ടൈം ഞാൻ 8 മണിക്കൂറാണ്. ഒരാൾ ഫുൾ ടൈം ആർസ്യം ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫുൾ ടൈം. അപ്പൊ അങ്ങനെയുള്ള ആള് ഒരു ദിവസം കുറഞ്ഞത് 5 ഹോം മീറ്റിംഗ് നടത്തണം. ഒരു 5 ഹോം മീറ്റിംഗ്, 5 1-to-1 മീറ്റിംഗ്, ഇതെല്ലാം ഡെയിലി ചെയ്യേണ്ടതാണ്. മിനിമം 5 1-to-1 മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 5 പേരെ മിനിമം. അപ്പം 5 പേരെ ഒരു ദിവസം കാണണമെങ്കിൽ കുറഞ്ഞത് നമ്മൾ തലേദിവസം 10 പേരെങ്കിലും വിളിച്ചിരിക്കണം. 10 പേരെങ്കിലും വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷമേ നമുക്ക് 5 പേരെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. കാരണം കുറച്ച് ആൾക്കാർ എന്തായാലും സ്കിപ്പ് ആവും. അപ്പൊ കുറഞ്ഞത് ഒരു 5 പേർക്കെങ്കിലും 1-to-1 മീറ്റിംഗ് കൊടുക്കണം. 5 ഹോം മീറ്റിംഗ് എങ്കിലും, 1 മണിക്കൂർ ദൈർഘ്യമുള്ള 5 ഹോം മീറ്റിംഗ് എങ്കിലും ദിവസവും ചെയ്യണം. 5 ഹോം മീറ്റിംഗ് ദിവസം. അപ്പൊ ആൾക്കാർക്ക് സംശയമുണ്ട്, 5ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു സംശയമില്ല, ചെയ്യാൻ പറ്റും. നിങ്ങൾ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്നത് പോലെ ആർസ്യം ബിസിനസ്, അതാണ് ഒരു പ്രൊഫഷണലിസം ആർസ്യം ബിസിനസ്സിൽ കൊണ്ടുവരുന്നത്. പ്രൊഫഷണൽ ആവണം. ഈ പ്രൊഫഷണലിസം ആണ് നമുക്ക് ആർസ്യം വേണ്ടത്. ഒരു പ്രൊഫഷൻ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ നാളെ നമ്മളെ ഡയമണ്ട് ആക്കാവുന്ന ഒരു പ്രൊഫഷൻ ആയിട്ട് ഇതിനെ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ 8 മണിക്കൂർ കൊണ്ട് 5 ഹോം മീറ്റിംഗ് നടത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനം, ഞാൻ 5 ഹോം മീറ്റിംഗ് ചെയ്യാതെ എന്റെ വീട്ടിൽ കയറില്ല എന്നൊരു ദൃഢനിശ്ചയം എടുത്ത് നോക്കൂ. 5 അല്ല, നിങ്ങൾക്ക് അതിൽ കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ ഇത് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ഡെയിലി സ്പെൻഡ് എ ഫിക്സഡ് ടൈം ഫോർ ബിസിനസ് വേണ്ടി ഇത്ര മണിക്കൂർ ഞാൻ ഒരു ദിവസം ചെയ്യുമെന്ന്. ഇതൊരു വർഷം ചെയ്യുക. നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം, ഒരു സംശയം വേണ്ട. 365 ദിവസം, ആദ്യത്തെ 365 ദിവസം വളരെ പ്രധാനപ്പെട്ട. കാരണം ആർസ്യം ബിസിനസ്സിൽ വരുന്നത് 100 പേര് വന്നു കഴിഞ്ഞാൽ 90 പേരും ആർസ്യം ബിസിനസ് വിട്ടുപോകാൻ തീരുമാനം എടുക്കുന്ന ഒരു വർഷത്തിനുള്ളിലാണ്. ചില ആൾക്കാർ അന്നേരം തന്നെ എടുക്കും, ചില ആൾക്കാർ ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞെടുക്കും, ചില ആൾക്കാർ 6 മാസം കഴിഞ്ഞെടുക്കും. അപ്പം ഒരു വർഷത്തിനുള്ളിലാണ് 90% ആൾക്കാരും ആർസ്യം വിട്ടുപോകുന്നത്. ഈ 360 ദിവസം അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ളത്. ഈ 360 ദിവസം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് ടൈം നിങ്ങൾ ആർസ്യമിനും ബിസിനസ്സിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, അത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനാകാം, പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനാകാം, അല്ലെങ്കിൽ 1-to-1 മീറ്റിംഗ് നടത്താനാകാം, ഹോം മീറ്റിംഗ് നടത്താനാകാം. പക്ഷേ ഫിക്സഡ് ടൈം നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഡെവലപ്പ് യുവർ സ്കിൽ, നോളജ് ആൻഡ് പേഴ്സണാലിറ്റി.
ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക, ആൾക്കാരോട് പറയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക. അങ്ങനെ ഏതൊക്കെ ലെവലിൽ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ന വ്യക്തി RCM ബിസിനസിന്റെ ലീഡർ ആകാൻ പോകുന്ന ആളാണെന്നുള്ള ബോധ്യത്തോടുകൂടി എന്നെ മാറ്റാൻ തയ്യാറാകണം. ഒരു ലീഡറുടെ ലെവലിലേക്ക് ഞാൻ മാറണം. ഞാൻ നാളെ RCMന്റെ സ്റ്റാർ എമറാൾഡ് ആകാൻ പോകുന്ന വ്യക്തിയാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ രൂപീകരിച്ച് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം. ഒരു സ്റ്റാർ എമറാൾഡിന്റെ അല്ലെങ്കിൽ ഒരു എമറാൾഡ് ലെവലിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യം. അപ്പൊ എനിക്ക് ഒത്തിരി സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ചെയ്യണം. അപ്പൊ ഡെവലപ്പ് യുവർ സ്കില്ല്, നോളജ്, പേഴ്സണാലിറ്റി. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പുതിയതായിട്ട് വരുമ്പോൾ RCMന് അനുയോജ്യനായ ഒരു വ്യക്തി ആയിരിക്കില്ല, പക്ഷേ ഞാൻ RCMൽ നിൽക്കുന്ന അനുസരിച്ച് ഞാൻ RCMന് അനുയോജ്യനായ ഒരു വ്യക്തിയായിട്ട് മാറണം. അപ്പം ഐ ഹാവ് ടു ഡെവലപ്പ് മൈ പേഴ്സണാലിറ്റി. എന്റെ പേഴ്സണാലിറ്റി ഞാൻ മാറ്റം കൊണ്ടുവരണം. എന്റെ അറിവ്, കാരണം ടീമിലുള്ളത് ചോദിക്കുകയാണ്, സാർ ഇപ്പൊ എന്താ ഓഫർ നിലവിലുള്ളത്? അപ്പൊ ഉടനെ ഒരു മിനിറ്റ് നിൽക്കും, ഞാൻ എന്റെ അപ്ലൈനോട് ചോദിക്കട്ടെ. അതല്ല, റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം. കാരണം നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തു, നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്തു, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്, തന്നെ വന്ന് ചേരുന്നില്ല. ഒരു ലീഡർ ആകുമ്പോൾ ലീഡറിന്റെ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ മാറാൻ തയ്യാറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ ബേസിക് കാര്യങ്ങളായി, ബാക്കിയൊക്കെ പിന്നീടാണ്. അപ്പൊ ബേസിക് കാര്യങ്ങളെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ബിസിനസ് നമുക്ക് സക്സസ് ആകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം അന്തസ്സത്ത രണ്ട് കാര്യങ്ങളാണ് 100% പ്രൊഡക്റ്റ് യൂസ്, 100% പ്രൊഡക്റ്റ് സെയിൽ. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. RCM ബിസിനസ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, 100% ഈ പ്രൊഡക്റ്റിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് നേടാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് 6 ബേസിക്സ്, RCMന്റെ 6 ബേസിക്സ്, അതിനകത്ത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 100% പ്രൊഡക്റ്റ് യൂസ് ആൻഡ് ഷെയർ എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പിന്നീട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് 100% പ്രൊഡക്റ്റ് യൂസും 100% പ്രൊഡക്റ്റ് ഷെയറിങ്ങും. ഇത് രണ്ടും കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണോ അതിനെ പറ്റിയുള്ള സ്കില്ല്, നോളജ്, പേഴ്സണാലിറ്റി ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മൾ അറിയപ്പെടുന്ന RCMന്റെ ലീഡറായിട്ട്, മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന RCMന്റെ ഒരു ലീഡറായിട്ട് മാറും. അങ്ങനെയുള്ളവരെ ഫോളോ ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ പറയാം, എന്റെ ലീഡർ ഒരു അറിവില്ലാത്ത ആളാണ്, എന്റെ ലീഡർ ഒരു കഴിവില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ എന്റെ ലീഡറെ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്. ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ഞാനൊരു ലീഡറായിട്ട് മാറണം, എന്നിൽ മാറ്റം കൊണ്ടുവരണം. എന്നെ കണ്ടാൽ എപ്പോൾ കണ്ടാലും ആൾക്കാരുടെ മനസ്സിൽ കോട്ടും ടൈയും കെട്ടി നടക്കുന്ന ഒരാളായിട്ട് മനസ്സിൽ കാണണം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയണം ഇന്നയാളെ. ഇപ്പൊ ഞാൻ മൂർത്തി സാറിനെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ഫിഗർ ഉണ്ട്. മൂർത്തി സാറിനെ കാണാൻ വർഷങ്ങളായി, പക്ഷേ മൂർത്തി സാറിനെ പറ്റി ഇപ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട്. നമ്മൾ ഒരാളെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ വരും. ആ പിക്ചർ എന്തായിരിക്കും? ടൈയും കോട്ടും കിട്ടി എപ്പോഴും സുസ്മേരവദനായിട്ടിരിക്കുന്ന വ്യക്തി. അങ്ങനെ ആയിരിക്കണം. അപ്പൊ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു രൂപം നമുക്ക്, അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ നടത്തെല്ലാം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഒരു റോൾ മോഡലായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടതാണ്. അത് സ്വയം ഉണ്ടാകുന്നില്ല, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എന്നെ പറ്റി ഒരാൾ ചിന്തിക്കുമ്പോൾ, എന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഒരു രൂപം ഉണ്ടാകണം. അപ്പൊ നമ്മൾ സുരേന്ദ്ര ഭട്ട് സാറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അതിനകത്ത് എന്താണ്? വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുകയാണ്. അപ്പൊ നമ്മളെ പറ്റി ഒരാൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ പറ്റി ഒരാൾ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ രൂപം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്? ആ രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മൾ അങ്ങനെ മാറാൻ തയ്യാറാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വേഷവിധാനങ്ങളില്, സംസാര രീതികളില് എല്ലാത്തിനും ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരിക. ചെറിയ ചേഞ്ചിൽ കൂടെ മാത്രമേ നമുക്ക് വലിയ ചേഞ്ചുകളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളെ എല്ലാവരും ലീഡറായിട്ട് മാനിക്കും. നിങ്ങൾ RCMന്റെ ശരിക്കും ഒരു ലീഡറായിട്ട് മാറും. ലീഡർമാരുടെ ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കറിയാം, ഓരോ മീറ്റിങ്ങിലും ആൾക്കാർ നമ്മളെ അറിയുന്നത് എന്താണ്? ഇന്നയാൾ RCMന്റെ സഫയർ ആണ്, ഇന്നയാൾ RCMന്റെ സ്റ്റാർ എമറാൾഡ് ആണ് എന്ന് അറിയാവുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൽ നിന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലീഡർഷിപ്പ് ലെവലിലേക്ക് വളരാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. വളരെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. പ്രൊഡക്റ്റ് സെയിലൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ RCM വിജയിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിലേക്ക് നമ്മൾ എത്തുന്ന ചില പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പൊ നമ്മൾ ആർ സി വന്നത് എന്താണ് കാരണം, എന്തിനു വേണ്ടിയാണ് ഞാൻ ആർ സി വന്നത്? ചില ആൾക്കാർ ആർ സി എമ്മിലേക്ക് വന്നത് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയായിരിക്കാം. അതൊരു പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടറാണ്. മറ്റൊരു പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടറാണ് എനിക്ക് എന്താണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആവശ്യമുണ്ട്, സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം. ഇന്ന് എനിക്ക് MRP നോക്കാതെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. ഇനി എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് MRP നോക്കാതെ എന്ത് സാധനം വാങ്ങാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു കഴിവ് എനിക്കുണ്ടാകണം, അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടാകണം. അതിനെയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി ചില ആൾക്കാരുടെ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ എന്താണ്? എനിക്കും ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കണം, എൻ്റെ ഇതിന് സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധിയൊന്നുമില്ല, എനിക്കൊരു ബിസിനസ് ചെയ്ത് വലിയൊരു ആളായിട്ട് മാറാൻ. ഇപ്പം കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളിയെ പോലെ അല്ലെങ്കിൽ ലുലു മാളിന്റെ ഉടമസ്ഥനെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരനാണ്, ഓപ്പർച്യൂണിറ്റി എന്റെ മുമ്പിലില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്, എനിക്കും 4 പേര് അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് മാറണം. അങ്ങനെ ഒരു ചിന്താഗതി മനസ്സിലുള്ള ഏതൊരാൾക്കും ആർ സി എമ്മിലേക്ക് കടന്നു വന്ന് ഒരു സെൽഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ആർ സി എം നമുക്ക് തരുന്നത്. ഇനി എന്റെ ആഗ്രഹം ഇതാണ്, എനിക്കൊന്ന് ഫേമസ് ആണോ, എന്നെ ഇന്ന് ആൾക്കാർ അറിയുന്നില്ല, എന്നെ കണ്ടാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, എനിക്കിന്നൊരു ഐഡന്റിറ്റി ഇല്ല. അപ്പൊ ഞാനൊന്ന് ഐഡന്റിറ്റി ഉള്ള ആൾ, അല്ലെങ്കിൽ ഫേമസ് ആകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈ ബിസിനസ്സിൽ അവർക്കുള്ള പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടറാണ് എനിക്ക് ഒന്ന് ഫേമസ് ആകണമെന്നുള്ളത്. ഇനി ചില ആൾക്കാർ ആഗ്രഹിക്കുന്നത് എനിക്കൊരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ആവശ്യമാണ്. അപ്പൊ ലക്ഷറി ലൈഫ് സ്റ്റൈലിൽ എനിക്ക് പണം വേണം, ആരോഗ്യം വേണം. അപ്പൊ ഇതൊക്കെ നേടാനായിട്ട് ഇത് എന്റെ മുമ്പിൽ മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ ഇതായിരിക്കണം, ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈല്. അതിനുവേണ്ടിയാണ് ഞാൻ ആർ സി എമ്മിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആർ സി എമ്മിലേക്ക് കടന്നു വരാം. ഇനി ചില ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്റെ ഫാമിലിക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല, ഞാൻ എന്റെ വരുമാനത്തെ ആശ്രയിച്ചാണ് എന്റെ വീട്ടിൽ എല്ലാവരും കഴിയുന്നത്, എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ ഭാര്യയും മക്കളും എല്ലാം എന്റെ വരുമാനത്തെ മാത്രമാണ് ആശ്രയിച്ച് കഴിയുന്നത്. ഇന്ന് എനിക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെ ഫാമിലി സെക്യൂരിറ്റി ഇല്ല. അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, അവരുടെ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ ഇതാണ്, എനിക്കൊരു ഫാമിലി സെക്യൂരിറ്റി വേണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ഫാമിലി സെക്യൂരിറ്റിനെ നേടാൻ പറ്റുന്നു. ഇനി ചില ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ്, ഏർലി റിട്ടയർമെന്റ് വേണം. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് 5-8 വർഷം ജോലി ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ട് ഒരു റെസ്റ്റ് വേണം എനിക്ക്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏർലി റിട്ടയർമെന്റ് എന്ന് പറയാം. അപ്പൊ എന്നെ ആർ സി എമ്മിലേക്ക് കൊണ്ടിരുന്ന ഫാക്ടർ എന്താണ്, എന്നെ എന്താണ് പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏർലി റിട്ടയർമെന്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് ആർ സി എം എന്നുള്ളത്. ഇനി എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്, ഞാൻ ജീവിതത്തിൽ കുറേ സ്വപ്നങ്ങളുള്ള ആളാണ്. പക്ഷെ എന്റെ സ്വപ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ നേടാൻ പറ്റിയിട്ടില്ല, എനിക്കിപ്പോ ഇത്രയും പ്രായമായി, ഇനി ഇതൊന്നും നടക്കുമെന്നൊരു ഉറപ്പൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടറായിട്ട് നിങ്ങൾക്ക് ആർ സി എമ്മിനെ സ്വീകരിക്കാം. ആർ സി എമ്മിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ ഏത് സ്വപ്നങ്ങളും ഫുൾഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആർ സി എം നിങ്ങൾക്ക് തരും. അപ്പം ഡ്രീം ഫുൾഫിൽമെന്റിനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇനി ചില ആൾക്കാരുടെ കാരണം വെറൈറ്റി ആൾക്കാർ പല വിധത്തിലാണ് ചിന്തിക്കുന്നത്. ചില ആൾക്കാരുടെ ചിന്ത എന്താണ്, എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്, ഇന്ന് എനിക്ക് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്റെ മുമ്പിൽ വളരെ കുറവാണ്, കാരണം പണമില്ല, പല ബുദ്ധിമുട്ടുകളുണ്ട്, എന്നെ കൊണ്ടുപോകാൻ ആളില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞാൽ വേൾഡ് ടൂർ ഒക്കെ പോകാൻ, വേൾഡ് ടൂർ, ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്യാൻ ആർ സി എം നിങ്ങളെ സഹായിക്കും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ആർ സി എമ്മിലേക്ക് കടന്നു വന്ന് അവർ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ ഈ ബിസിനസ്സസ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ PMF പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ ആണ് യാത്ര എന്നുള്ള വേൾഡ് ടൂർ. ഇനി ചില ആൾക്കാർ, എനിക്ക് ഫ്രണ്ട് സർക്കിൾ വളരെ കുറവാണ്, എനിക്ക് ആൾക്കാരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. എന്റെ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ കുറെ നാൾ വിദേശത്താണ് ജോലി ചെയ്തത്. അതുകൊണ്ട് നാട്ടുകാരുമായിട്ടും വീട്ടുകാരുമായിട്ടും ചുറ്റുപാടുകാരും ആൾക്കാരുമായിട്ടൊക്കെ വളരെ കുറഞ്ഞ ബന്ധങ്ങളേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് എന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനും ഫ്രണ്ട്ഷിപ്പ് സർക്കിള് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബിസിനസ് ആയിട്ട് എനിക്ക് ഇതിനെ സ്വീകരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവരുടെ PMF എന്ന് പറയുന്നത് ഈ ബിസിനസ്സാണ്. ഇനി ചില ആൾക്കാർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കണം. എന്റെ ചുറ്റുപാടുള്ള ധാരാളം ആൾക്കാർ, എന്റെ ബന്ധുക്കളായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം എന്നെ കൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു ജോലി ചെയ്താൽ എനിക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, പക്ഷെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ആർ സി എം കിട്ടുന്നത്. മുർസാലൊക്കെ പറഞ്ഞില്ല, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ ഞാൻ മുഖാന്തരം കാരണമായെന്ന് പറയുന്നത് നിങ്ങൾ വേദിയിൽ കേട്ടിട്ടുണ്ടാകും. അപ്പൊ നമ്മളിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. നമ്മൾ ആർ സി എമ്മിൽ വന്നതിന് ശേഷം കുറെ ആൾക്കാരെ ആർ സി എമ്മിലേക്ക് കൊണ്ടുവന്നു, അവരുടെ ഒക്കെ അക്കൗണ്ടിൽ വലിയ വരുമാനങ്ങൾ എത്തുമ്പോഴാണ് നമുക്ക് ആ സംതൃപ്തി മനസ്സിലാകുക, ഞാൻ ഏറ്റെടുത്ത ഈ ബിസിനസിന്റെ പ്രാധാന്യം എന്താണ്. അപ്പൊ അനേകം ആൾക്കാരിലേക്ക് സഹായിക്കാൻ നമുക്ക് കഴിയുകയാണ്.
ചില ആൾക്കാർ രാഷ്ട്രത്തെ പറ്റി ചിന്തയുള്ളവരാണ്. എനിക്ക് എന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, രാജ്യസേവനം ചെയ്യാനുള്ള അവസ്ഥ. ഞാൻ പട്ടാളത്തിൽ കൊണ്ട് പോകണമെന്ന് ആഗ്രഹിച്ചു, ടെസ്റ്റ് എഴുതി, മെഡിക്കലി പരാജയപ്പെട്ടു. എനിക്ക് രാജ്യത്തെ സേവിക്കാനുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വർക്ക് ഫോർ ദ നേഷൻ. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല അവസരം. കാരണം രാജ്യത്തുള്ള ജനങ്ങളെ ആരോഗ്യത്തിലേക്കും സമ്പത്തിലേക്കും കൊണ്ടുവരാൻ മാത്രമല്ല, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനെ തടയാൻ എന്നെ കൊണ്ട് പറ്റും. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിൽ കൂടി നമുക്ക് ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ഇത് കാരണമാകുമെന്ന് ഇതിനെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടറായിട്ട് അതിനെ സ്വീകരിക്കാം, വർക്ക് ഫോർ ദ നേഷൻ. ഇനി എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആയിട്ടില്ല, കാരണം എനിക്കുള്ള ഓപ്ഷൻസ് ഇല്ല. കോഴ്സുകളൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ പങ്കെടുക്കണമെങ്കിൽ വളരെയധികം പൈസ ചെലവുണ്ട്. അപ്പൊ ഇവിടെ RCM നമുക്കറിയാം, RCMന്റെ ട്രെയിനിങ്ങുകളൊക്കെ കമ്പനി നമുക്ക് ഇതൊക്കെ ചെയ്തു തരാറുണ്ട്. അപ്പൊ ഇത് അതുവഴി നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും RCM നമുക്ക് തരുന്നുണ്ട്. ഇനി ഫാമിലിയുള്ളവർക്കുള്ള ഡ്രീം ഉണ്ട്. ഇപ്പം എനിക്ക് ഡ്രീം ഒന്നുമില്ല, പക്ഷെ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് നല്ല ഡ്രീംസ്, സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹമുണ്ട്, കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ എന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ, എനിക്ക് സ്വപ്നങ്ങളില്ലെങ്കിലും എനിക്ക് വേണ്ടപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ നേടിക്കൊടുക്കാൻ പോലും എനിക്ക് പറ്റും. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണേൽ RCM നമുക്ക് സ്വീകരിക്കാം. ഇനി ലൈഫിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല, ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെന്റ്, ഞാൻ ഇന്നൊരു സാധാരണക്കാരെ പോലെ ജീവിക്കുകയാണ്, അപ്പൊ എന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇതുവരെ എന്റെ മുമ്പിൽ വന്നിട്ടില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുള്ള പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടറായിട്ട് ഒരു 10-15 പോയിന്റ് ഞാൻ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് വേണം തോന്നിയാൽ, ഏതെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് RCMലേക്ക് കടന്നു വന്നുകൊണ്ട് RCMനെ ഒരു ബിസിനസ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ട്, ഒരു ലൈഫ് ജീവിതമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും RCMൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ സമയം 7:04 അതുകൊണ്ട് ഞാനിവിടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു പ്രഭാതം ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം വളരെ മനോഹരമായ ഒരു ദിവസമാണ്. ഓരോ ദിവസവും വളരെ മനോഹരമാണ്. നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നിരിക്കാം. RCM എന്ന പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ RCM എന്ന പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞാലും തീരത്തില്ല. RCMനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നുവോ അങ്ങനെയാണ് RCM നമുക്ക് തരുന്നത്. ഇത് മാത്രം മതി. RCM ഒരു കടൽ പോലെയാണ്. കടലിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളൊരു സ്പൂണുമായിട്ട് പോയാൽ സ്പൂണ് നിറയെ വെള്ളം നിങ്ങൾക്ക് കിട്ടും. ഒരു ഗ്ലാസ്സുമായിട്ട് പോയാലോ ഒരു ഗ്ലാസ് നിറയെ മാത്രമേ വെള്ളം തരത്തുള്ളൂ. നിങ്ങൾ ഒരു ബക്കറ്റുമായിട്ട് പോയാൽ ബക്കറ്റ് നിറയെ RCM തരും, കടൽ തരും. നിങ്ങളൊരു ടാങ്കറുമായിട്ട് പോയാൽ ടാങ്കർ നിറച്ച് തരും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ കടലിലേക്ക് പോയി അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അത് അത്രയേ തരത്തുള്ളൂ. RCM അതുപോലെയാണ്. നിങ്ങൾ ചെറുത് ആഗ്രഹിച്ചാൽ ചെറുത് തരും, നിങ്ങൾ മീഡിയം ആഗ്രഹിച്ചാൽ മീഡിയം തരും, നിങ്ങൾ വലുത് ആഗ്രഹിച്ചാൽ RCM വലുത് തരും. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ് RCM തരുന്നത്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് RCM തരും. അപ്പൊ RCMനെ ഒരു ഫുൾ ടൈമറായിട്ട് സ്വീകരിക്കുക. ഇനി പാർട്ട് ടൈമറായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നുള്ളെങ്കിലും നിങ്ങൾ ഒരു സ്പെസിഫൈഡ് സമയം, ഒരു ഫിക്സഡ് ടൈം RCMന് വേണ്ടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് RCM ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടറായിട്ട് പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഈ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ മാറാൻ നമ്മൾ തയ്യാറാകാത്തോടത്തോളം കാലം ഈ ബിസിനസ് നിങ്ങൾക്ക് അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറാകണം, കൂടുതൽ മനസ്സിലാക്കാൻ തയ്യാറാകണം. കുറച്ച് വർഷങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾ ചെയ്യണം. കുറച്ച് വർഷം, മിനിമം 1 വർഷം ഞാൻ പറഞ്ഞത്. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആകാം. അങ്ങനെ സക്സസിലേക്ക് വന്നവരാണ് ഞങ്ങളെ പോലെയുള്ള കുറെ സീനിയർ ലീഡേഴ്സിനെ നിങ്ങൾക്ക് കാണാം. ഒരു കാലത്ത് ഒന്നുമില്ലാത്ത സമയത്ത് RCMലേക്ക് കടന്നു വന്ന് RCMൽ കൂടി കുറച്ച് പേരും പെരുമയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിരുന്നില്ല. അതിന്റെ പുറകെ കഠിനമായ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആ പ്രോസസ്സ് വഴിയാണ് ഇന്ന് ഞങ്ങളൊക്കെ ഇന്ന് ഈ ലെവലിൽ എത്തിയത്. നിങ്ങൾക്കും ഈ ലെവലിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പ് ഞാൻ വെക്കുകയാണ്. 100% വിശ്വസിക്കുക. TC പറഞ്ഞ പോലെ ശരം ശങ്കാവുക. അപ്പം ഇതൊന്നും വേണ്ട, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ പൂവണിയട്ടെ. RCMന്റെ പ്രാൺഗീതി പറയുന്നത് പോലെ പൂരനു ഹോഗി സബ്കി ആശ RCM കി അഭിലാഷ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ പൂവണിയട്ടെ. അതാണ് RCMന്റെ ആഗ്രഹം. RCMന്റെ ആഗ്രഹത്തിനനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എന്റെ അവസരം റജിമോൻ സാറിന്, ജോസ് സാറിന്, എന്നെ കേട്ട 99 പേര് വരെ ഞാൻ കണ്ടിരുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ജോസ് സാർ. ജയ RCM.